ഹലോ എവരിവൺ. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് അറിയാം അല്ലേ. നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും, ഡിപ്രഷനൊക്കെ ആണെങ്കിലും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഒരുപാട് മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ അബദ്ധധാരണകൾ ഈ മെഡിറ്റേഷനെ സംബന്ധിച്ചുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പൊതുവിൽ മെഡിറ്റേഷനെ സംബന്ധിച്ചിട്ടുള്ള അബദ്ധധാരണകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഡിറ്റേഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അബദ്ധധാരണയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിലാക്സിങ് ടെക്നിക്കാണ്. അതിനപ്പുറം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉള്ള കണക്ഷൻസ് തന്നെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ മെഡിറ്റേഷൻ കൊണ്ടുണ്ട്. അല്ലാതെ നമ്മളൊരു റിലാക്സിങ് ടെക്നിക്ക് ജസ്റ്റ് ഒരു പാർക്കിൽ പോകുന്ന പോലെ അല്ലെ ഒരു റിഫ്രഷ്മെന്റിനുള്ള ഒരു മെത്തഡ് മാത്രമായിട്ട് നമുക്ക് മെഡിറ്റേഷനെ കാണാൻ കഴിയില്ല. മെഡിറ്റേഷനെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അബദ്ധ ധാരണ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം മാത്രമാണ് മെഡിറ്റേഷന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രമാണ് ഫോക്കസ് ചെയ്ത് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷനിൽ നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് സൈഡുകളിലും അതിൻ്റെതായ എഫക്റ്റുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ലേണിംഗ്, മെമ്മറി, ഫോക്കസ്, അറ്റൻഷൻ ഇതൊക്കെ കൂട്ടാനായിട്ടും മെഡിറ്റേഷൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ സഹായിക്കുന്ന ആൽഫ വേവ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കുന്ന കാര്യത്തിലും മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഫലം കിട്ടണമെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം. പൊതുവിൽ ഉള്ള ഒരു ധാരണയാണ്. നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് അതിൽ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ വളരെ കുറഞ്ഞ സമയം തന്നെ മെഡിറ്റേഷൻ ചെയ്താലും നല്ല ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതല്ലാതെ ഒരുപാട് സമയം ഇരുന്നത് കൊണ്ട് മാത്രമേ, അല്ല 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ധ്യാനത്തിൽ ഇരുന്നാൽ മാത്രമേ മെഡിറ്റേഷന്റെ പ്രയോജനം ഉണ്ടാകൂ എന്നുള്ളത് തികച്ചും അബദ്ധമായ ഒരു ധാരണ തന്നെയാണ്. ഒരു ക്ലിയർ മൈൻഡ് ഇല്ലാതെ മെഡിറ്റേഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതും ഒരു അബദ്ധധാരണയാണ്. കാരണം പൂർണ്ണമായി ചിന്തകളെ മനസ്സിൽ നിന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമുക്കൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചിന്തകൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിൽ കടന്നു വരും. ഈ കടന്നു വരുന്ന ചിന്തകളെ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ചിന്തകളിൽ നിന്നും മുക്തി നേടി തിരിച്ച് നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക്, ധ്യാനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് തിരിച്ചു വരികയാണ് വേണ്ടത്. അതിന് നമുക്ക് ബ്രീത്തിങ്ങിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് തിരിഞ്ഞ് വരാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതല്ലാതെ ക്ലിയർ മൈൻഡ് വന്നിട്ട് മാത്രമേ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് എന്നെ കൊണ്ട് ഇതൊരിക്കലും സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് തികച്ചും ഒരു മിസ്കൺസെപ്ഷൻ തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്താൽ ഒരുപാട് അമാനുഷികമായ ശക്തികൾ നമുക്ക് കിട്ടും. ഇതും ഒരു അബദ്ധ വിശ്വാസം തന്നെയാണ്. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്ന ഒരു രീതിയിലാണ്. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അസാധാരണമായ ഒരുപാട് കഴിവുകൾ കിട്ടുക എന്നൊക്കെയുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് തികച്ചും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. എന്നാൽ ചില വ്യക്തികൾ, നമുക്കറിയാം മനുഷ്യരിൽ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ചില വ്യക്തികൾക്ക് ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ കാണും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനോ ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു പവർ നിങ്ങൾക്ക് കൂടാനായിട്ട് സഹായിക്കും. അതിനർത്ഥം മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഇത് കിട്ടണമെന്ന് അല്ല. സ്വയം കുറച്ച് കഴിവുകൾ ഉള്ളതാണെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് മെഡിറ്റേഷൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എസ്കേപ്പിസം ആണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് പലരും മെഡിറ്റേഷനെ പറയുന്നത്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല. ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനെ എങ്ങനെ മറികടന്ന് നമുക്ക് ജീവിക്കണം, അല്ലെ മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേഷനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അബദ്ധധാരണ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്, ഒരു റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നുള്ളതാണ്. പൊതുവില് പുരാതന കാലത്ത് നമ്മുടെ ഭാരതത്തിലുള്ള ഈ സന്യാസിമാരൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് മതപരമായിട്ടുള്ള ഒരു പ്രാക്ടീസ്, ഒരു ആചാരമായിട്ട് പലരും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു റിലീജിയനുമായിട്ടും റിലേഷനുള്ള, അല്ലെ ഒരു മതത്തിൻ്റെതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പല മതവിശ്വാസത്തിലുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്തു അതിന്റെ ബെനിഫിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനർത്ഥം നമ്മളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന് റിലാക്സേഷൻ തരുന്ന, നമ്മുടെ
സ്ട്രെസ് കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, നമ്മളുടെ വ്യക്തികളുടെ വളർച്ച, അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിലൊക്കെ വീണു പോകാതെ അതിനെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചു, അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ മെഡിറ്റേഷൻ അഥവാ ധ്യാനം നമ്മളെ ഒരുപാട് സഹായിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഇതുവരെയും ചെയ്ത് ശീലിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുക. അതിനുശേഷം പുതിയ പുതിയ രീതിയിലൊക്കെ ഉള്ള മെഡിറ്റേഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എപ്പോഴും മെഡിറ്റേഷൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഒറ്റ ദിവസം ചെയ്തു എനിക്ക് എന്തുകൊണ്ട് ഫലം കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും തീർച്ചയായും തെറ്റായ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ ഫലം കിട്ടാൻ സമയമെടുക്കുന്നത് തന്നെയാണ് മെഡിറ്റേഷന്റെ കാര്യത്തിലുള്ളത്. വളരെ വളരെ സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ക്ഷമയോടുകൂടി സ്ഥിരതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.